ഉണ്ടാവും. ഇടറി അവിടെ ഇട്ടിട്ട് പോടി. ഇടാൻ അവിടെ പോടി. മേലെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. പോകാൻ ഇറങ്ങി പോടി. എന്തോടോ സിമെന്റ് കൊണ്ട് വന്നേ മാഡം. അവിടെ ഇറക്കി വെച്ചിട്ട് ആ മുറിയിലോട്ട് ഇറക്കി വെച്ചിട്ട് പോ. പൈസ ഞാൻ കൊടുത്തേക്കാം. നാട്ടിലുള്ള പെണ്ണുങ്ങളല്ല സങ്കടം മാറ്റം. താനാരോടോ? ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്. എന്താ ഇവിടെ? ഞാൻ ഇച്ചിരി സിമന്റ് എടുക്കാൻ വേണ്ടി വന്നതാ. സിമന്റോ? ആരോട് ചോദിച്ചിട്ട്? ആര് പറഞ്ഞു എടുക്കാൻ? അത് ഇന്നലെ ഞാൻ ഇതിലെ പോയപ്പോൾ ജോലിക്കാരോട് ഞാൻ ഇച്ചിരി സിമന്റ് ചോദിച്ചിരുന്നു. അവരാ പറഞ്ഞ ഇച്ചിരി എടുത്തോളാം. ഈ ചെറിയ കവറിലാ ചേച്ചി. പണിക്കാരോ? പണിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതേ ഞാനാ. ഇത് എന്റെ പ്രോപ്പർട്ടിയാ. കാശ് കൊടുത്ത് സിമന്റ് ഇറക്കി വെച്ചിരിക്കുന്നതേ നിനക്കൊന്നും കട്ടോണ്ട് പോകാനല്ലടി കള്ളി. പതുക്കെ പറയേച്ചി, ആൾക്കാർ കേട്ടു. ഞാൻ കക്കാനൊന്നും വന്നതല്ല. ആരുടെയും ഞാനൊന്നും മോഷ്ടിക്കത്തുമില്ല. എൻ്റെ വീടിൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ് ചേച്ചി. ഞാനും എൻ്റെ 2 കുഞ്ഞു പെമ്മക്കളും കൂടെ അവിടെ കഴിയുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ആ വീട്ടിൽ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ട്. ആ ഹോളിൽ കൂടെ രാത്രിയാകുമ്പം ഇഴജന്തുക്കളൊക്കെ വരും. ഉറക്കമില്ല ചേച്ചി. ആ ഹോളൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാൻ വേണ്ടി ഞാനാണ് ഇവിടുത്തെ ജോലിക്കാരന്മാരോട് കുറച്ച് സിമൻറ്റ് ചോദിച്ചത്. ഇച്ചിരി എടുത്തിട്ടുള്ളൂ ചേച്ചി. എന്നോട് ക്ഷമിക്കുക ചേച്ചി. നിന്നെ പോലുള്ള കള്ളികൾക്ക് പറയാൻ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇടറി അവിടെ ഇട്ടിട്ട് പോടി. ഇടാൻ അവിടെ പോടി. മേലെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത്. പോകാൻ ഇറങ്ങി പോടി. എന്തോടോ സിമെന്റ് കൊണ്ട് വന്നേ മാഡം. അവിടെ ഇറക്കി വെച്ചിട്ട് ആ മുറിയിലോട്ട് ഇറക്കി വെച്ചിട്ട് പോ. പൈസ ഞാൻ കൊടുത്തേക്കാം. അവിടെ നടന്നതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. ഇത് ചെറിയ പാക്കറ്റ് സിമെൻറ്റാണ്. ഇതുകൊണ്ട് പറ്റുന്നതിൻ്റെ കൂട്ടൊക്കെ ചെയ്യേ. പിന്നെ വേറൊരു കാര്യം, ഇത് വേറെ ആരോടും പറയല്ലേ. മുതലാളി അറിഞ്ഞാലേ എൻ്റെ ജോലി പോകുന്നതാണ്. ശരി ചേട്ടാ. ശരിയാ. വലിയ ഉപകാരം. ശരി. സാറേ ഒന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. വാ. താനെന്നും മുതലാടോ മോഷണമൊക്കെ തുടങ്ങിയത്?
സാറേ ഞാൻ അതിന് ഒന്നും മോടിച്ചില്ലല്ലോ സാറേ. താനെന്ത് ഇവിടെ ഒന്നും ചെയ്യുന്നത് നമ്മളൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ ഒരു ചാക്ക് സിമെന്റ് ഗോഡൌണിൽ നിന്ന് എടുത്ത് ആർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ കാശ് മുടക്കി വാങ്ങി വെച്ചേക്കുന്നത് പുഴുങ്ങി തിന്നാനല്ല. എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എവിടെ നിന്നാലും എൻ്റെ മൊബൈലിലും കാണാം ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്. സാറേ ഞാനിന്ന് നമ്മുടെ മരക്കടത്തല്ലേ സൈഡിൽ ചെന്നപ്പോഴേ ഒരു സ്ത്രീ അവിടെ ഒത്തിരി സിമെൻറ്റിന് വന്നായിരുന്നു. അതിൻ്റെ അവിടുത്തെ മാഡം അവരോട് ഒത്തിരി മോശമായിട്ട് പെരുമാറി. അവർ ഭയങ്കര വിഷമത്തിൽ ഇറങ്ങി പോകുന്നതാണ്. അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം സങ്കടം മാറ്റാൻ താൻ ആരോടും? ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കിയെടുത്തത്. സാറേ അവരുടെ വീട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ്. എല്ലാ ഓട്ടയും മരവും ഒക്കെ ആയിട്ട് കിടക്കുക. രാത്രി ആയി കഴിഞ്ഞാൽ പാമ്പും എലിയും എല്ലാം കയറുക. 2 പെൺപിള്ളാരെയും കൊണ്ടേ അവർ പേടിച്ച് അതിനകത്ത് കഴിയുന്നത്. സാറേ അവരുടെ ആ അവസ്ഥ കണ്ടപ്പോഴേ ഞാൻ എൻ്റെ വീട്ടുകാരെ ഓർത്തത്. എനിക്കുമുണ്ട് സാറേ 2 പെൺമക്കൾ. അതുകൊണ്ട് ആ സിമെൻറ്റിൻ്റെ പൈസയെ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ സാറിനോട് പറയാൻ വേണ്ടി വന്നതായിരുന്നു. താനേ ഇനി ഒരു 10-15 ദിവസം ഇങ്ങോട്ട് വരണ്ട. അയ്യോ സാറേ അങ്ങനെ പറയല്ലേ. 10-15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സാറേ. ഇവിടുത്തെ ശമ്പളം കൊണ്ടാണ് നിങ്ങൾ വീട് കഴിഞ്ഞ് പോകുന്നത്. ദൈവത്തെ ഓർത്ത് സാറിൻ്റെ ജോലി കളയല്ലേ. എടോ തന്നോട് ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ കമ്പനിയിൽ വരണ്ടെന്നല്ല പറഞ്ഞത്. താൻ നമ്മുടെ ഗോഡൌണിൽ നിന്ന് കുറച്ച് സിമെൻറ്റും എടുത്ത് കുറച്ച് മണലും നമുക്ക് ഇറക്കി കൊടുക്കാം. അവിടുത്തെ പണികളെല്ലാം തീർത്ത് 10-15 ദിവസം കൊണ്ട് തീർത്തിട്ട് ഇങ്ങോട്ട് വരാം എന്നാണ് ഞാൻ പറഞ്ഞത്. താൻ അംബീൽ ഏജൻസീസിൽ തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ള ആളല്ലേ. എന്നെ തനിക്ക് അറിയത്തില്ലേ ഉള്ളൂ. അംബീൽ ഏജൻസീസേ പണക്കാർക്ക് വേണ്ടി മാത്രമല്ല പാവങ്ങൾക്ക് കൂടെ ഉള്ളതാണ്. പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല. ഇല്ല സാർ ഞാനാണ് ഈ പണി ചെയ്യുന്നത്. എന്നാൽ ശരി സാറേ, വളരെ സന്തോഷം.